തിരുവനന്തപുരം കാട്ടായിക്കോണത്ത് നവകേരള സദസ്സിൽ പങ്കെടുക്കാത്ത വനിതാ ഓട്ടോ ഡ്രൈവർക്ക് വിലക്കെന്ന് പരാതി. മങ്ങാട്ടുകോണം സ്വദേശി രജനിയാണ് പരാതിയുമായി രംഗത്ത് വന്നത്. കാട്ടായിക്കോണം സ്റ്റാൻഡിൽ ഓടാൻ അനുവദിക്കില്ല എന്ന് CITUകാർ ഭീഷണി മുഴക്കിയെന്നാണ് രജനി പറയുന്ന പ്രതികരണത്തിലേക്ക്. ഞാൻ എടുക്കൂല, നിങ്ങളല്ലല്ലോ തീരുമാനിക്കണത്. നിങ്ങളാ തീരുമാനിക്കണം. നവകേരള പരിപാടി പങ്കെടുത്തില്ലെങ്കിൽ ഓട്ടോ എടുക്കാൻ നിങ്ങളാ തീരുമാനിക്കണം. അവിടെ നിൽക്കി, നിങ്ങൾ അവിടെ നിൽക്കി, അവിടെ തന്നെ നിൽക്കണം. അവിടെ തന്നെ നിൽക്കാൻ, അവിടെ തന്നെ അത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് തന്നെ ഞാൻ ചെയ്തിട്ടേ നിൽക്കണുള്ളൂ. അത് തന്നെ നിങ്ങൾ തടയണമെന്ന് തന്നെ ഞാനും പറയുന്നത്. അല്ല ഇവര് പറയുന്ന വീഡിയോസ് എല്ലാം ഉണ്ട്. ഞാൻ രമേശൻ നിങ്ങളാ തീരുമാനിക്കണം. ഇന്നലെ നവകേരളയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് രാവിലെ സ്റ്റാൻഡിലെത്തിയപ്പോൾ എനിക്ക് അവിടെ സ്റ്റാൻഡിൽ വണ്ടി ഇടാൻ പറ്റൂല, ഇനി ഒരു ദിവസം ആ വണ്ടി സ്റ്റാൻഡിൽ ഓടണമെന്നാണ് പറയുന്നത്. അപ്പോൾ കമ്മിറ്റി വിളിച്ചു കൂട്ടി അവർ പിന്നീട് ചർച്ച ചെയ്ത് നിർത്താമെന്ന് പറയുന്നു. പക്ഷേ എന്നാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നു അത് ഞങ്ങൾ ബോധിക്കുമ്പോൾ മാത്രമേ ആ അവിടെ വരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. എനിക്കിപ്പോൾ പാർട്ടിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം ഞാൻ വർഷങ്ങളുകൊണ്ട് എൻ്റെ അപ്പൂപ്പൻ എൻ്റെ കാലം തൊട്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇപ്പോഴും വരെയും കമ്മ്യൂണിസ്റ്റുകാരാണ്. വിവരങ്ങളുമായിട്ട് പാർട്ടിയെ കുറ്റപ്പെടുത്തുന്നില്ല, ഞങ്ങൾ കാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരെ പിന്തുടർന്ന ആൾക്ക് തന്നെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ ഓട്ടോ ഓടാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് നമ്മൾ ഈ ഗുണ്ടായുസം ഇങ്ങനെ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. ഇത് വല്ലാത്ത ഗുണ്ടായുസമാണല്ലോ. തീർച്ചയായിട്ടും ദിവിഷ്, നവകേരള സദസ്സിൽ പങ്കെടുത്തില്ല എന്നാരോപിച്ചാണ് CITU പ്രവർത്തകർ ഒരു വനിതാ ഓട്ടോ ഡ്രൈവർക്ക് നേരെ ഇത്ര വലിയ ആക്രോശവും ജോലി ചെയ്യാൻ അനുവദിക്കാത്ത നിലപാടിലേക്കുമൊക്കെ പോയത്. കഴക്കൂട്ടം മണ്ഡലത്തിലാണ് ഈ സംഭവം നടന്നത്. കഴക്കൂട്ടം മണ്ഡലത്തിലെ കാട്ടായിക്കോണം എന്ന് പറയുന്ന സ്ഥലത്തെ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവറാണ് രജനി. ഇന്നലെയാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ നവകേരള സദസ്സ് നടന്നത്. സുഖമില്ലാത്തതുകൊണ്ട് രജനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ ഓട്ടോറിക്ഷ കാട്ടായിക്കോണം ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് രജനി എത്തുമ്പോൾ CITU യൂണിയനിൽപ്പെട്ട മറ്റ് ഓട്ടോ ഡ്രൈവർമാർ രജനിയെ വിലക്കുകയായിരുന്നു. ഓടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന് കാരണം ചോദിച്ചപ്പോഴാണ് നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തവർക്ക് ഈ സ്റ്റാൻഡിൽ ഓടാൻ കഴിയില്ല, അതുകൊണ്ട് ഓട്ടോയുമായി തിരികെ പോകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. രജനി ഇതെല്ലാം വീഡിയോയിൽ ഈ മറ്റ് CITUവിൻ്റെ പ്രവർത്തകരൊക്കെ വന്ന് തടയുകയും ഒക്കെ ചെയ്യുന്നത് വീഡിയോയിൽ ചിത്രീകരിക്കുകയും പിന്നീട് അവർ അത് മാധ്യമങ്ങൾക്ക് തരികയുമായി ഉണ്ടായിരുന്നത്. ഏതായാലും CITUവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിലക്ക് ഉണ്ട് എന്ന് തന്നെയാണ് രജനി പറയുന്നത്. കഴിഞ്ഞ 8 വർഷമായി കാട്ടായിക്കോണത്തെ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവറാണ് രജനി. ഒപ്പം തന്നെ ഇപ്പോൾ ഈ രജനി ഇങ്ങനെ ഇതിന് തയ്യാറായില്ലെങ്കിൽ, ഈ നടപടിക്ക് തയ്യാറായില്ലെങ്കിൽ സഹോദരൻ ചുമട്ടുതൊഴിലാളിയാണ്, സഹോദരനെയും ജോലി ചെയ്യുന്നത് വിലക്കും എന്ന് CITUവിൻ്റെ ഭീഷണിയുണ്ട് എന്നാണ് രജനി പറയുന്നത്. ഏതായാലും ഇതിപ്പോൾ അവിടെ ഒരു വലിയ വിഷയമായി മാറിയിട്ടുണ്ട്. CITU അംഗവും ഒപ്പം തന്നെ കാലങ്ങളെ CPMൻ്റെ അംഗവുമാണ് രജനി. അനന്തൻ, നവകേരള ഈ സദസ്സ് നടത്തുന്നത് തന്നെ കേരളത്തെ പുതിയ വഴികളിലേക്ക് കൊണ്ടുപോകാൻ വലിയ പ്രതീക്ഷയോടെയൊക്കെയാണ്. അപ്പോൾ ഒരു സ്വയം പര്യാപ്തതയായി ഇറങ്ങിത്തിരിച്ച ഒരു സ്ത്രീ, സ്വന്തം തൻ്റെ ഇടത്തിൽ ജോലി ചെയ്ത് മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ കഞ്ഞുകുടി പോലും മുട്ടിക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ യാത്രയിൽ പങ്കെടുത്തില്ല എന്നതിൻ്റെ പേരിൽ ഈ പ്രവർത്തകർ ഇറങ്ങിത്തിരിക്കുന്നത്. CITU എന്തെങ്കിലും ഇതിൽ ഔദ്യോഗികമായി പ്രതികരിക്കുന്നുണ്ടോ? CITUവിൻ്റെ ഔദ്യോഗികമായ പ്രതികരണമൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. നേരത്തെ തന്നെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഈ കുടുംബശ്രീ പ്രവർത്തകരെയൊക്കെ സമ്മർദ്ദത്തിലാക്കി പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നു എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഏതായാലും CITU അംഗത്തെ തന്നെ സമ്മർദ്ദം ചെലുത്തി നവകേരള സദസ്സിൽ പങ്കെടുപ്പിക്കാൻ ഉള്ള ഒരു നീക്കം നടന്നു. അങ്ങനെ വേണം ഇതിനെ മനസ്സിലാക്കാൻ. കാരണം അവർ സുഖമില്ലാത്തതുകൊണ്ട് പോകാതിരുന്നതാണ്. അത് പറഞ്ഞിട്ടും CITU അംഗമായിട്ടും പാർട്ടി അംഗമായിട്ടും അത് ചെവിക്കൊള്ളാൻ അവിടുത്തെ CITU യൂണിയൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല. അവരുടെ ജീവിതത്തിൻ്റെ ആശ്രയമായ ആ ജോലി ചെയ്യേണ്ട എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അങ്ങനെ അവരെ ആ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ബഹിഷ്കരിക്കുകയായിരുന്നു. അവർക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നു. ഏതായാലും പാർട്ടിക്കടക്കം പരാതി നൽകും എന്ന് തന്നെയാണ് രജനി പറയുന്നത്.